ഓട്ടോ ശങ്കർ എന്നറിയപ്പെടുന്ന ഗൗരി ശങ്കർ 1980കളിൽ നിരവധി പേരെ കൊലപ്പെടുത്തിയ തമിഴ്നാട്ടിലെ കുപ്രസിദ്ധ സീരിയൽ കില്ലറും ഗുണ്ടാ സംഘത്തിലുള്ളയാളുമായിരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ശങ്കർ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും തന്റെ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് ആത്മകഥ എഴുതി. ഇത് പ്രസിദ്ധീകരിക്കുന്നത് അപകീർത്തികരമാണെന്ന് അവകാശപ്പെട്ട് ജയിൽ അധികൃതർ തടയാൻ ശ്രമിച്ചു. ആർ രാജഗോപാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടു. ഓട്ടോ ശങ്കർ കേസ്. ഈ കേസിൽ ഒരു പ്രസിദ്ധീകരണം അപകീർത്തികരമാണെന്ന് കരുതി സംസ്ഥാനത്തിന് മുൻകൂർ നിയന്ത്രണമോ നിരോധനമോ ഏർപ്പെടുത്താൻ കഴിയില്ല എന്നും അത്തരം സെൻസർഷിപ്പ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 19 സബ് ക്ലോസ് 1A പ്രകാരം സംസാര സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമുള്ള മൗലിക അവകാശത്തെ ലംഘിക്കുന്നുവെന്നും കോടതി സ്ഥിരീകരിച്ചു. പ്രസിദ്ധീകരണം അപകീർത്തികരമാണെങ്കിൽ ശേഷം നഷ്ടപരിഹാരം തേടാൻ നിയമപരമായ പ്രതിവിധിയുണ്ട്. മൗലിക അവകാശം തീർച്ചയായും നടപ്പാക്കപ്പെടണം. പ്രസിദ്ധീകരിക്കുന്നതിനുള്ള മുൻകൂർ നിയന്ത്രണം അസാധുവാണെന്ന് വിധിച്ചുകൊണ്ട് ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ കോടതി അനുവദിക്കുകയുണ്ടായി.